എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഇപ്പോ തലയ്ക്ക് ചെറുതായിട്ടൊന്ന് പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണല്ലോ ജിയാങ്. അവിടെ അവന്റെ അച്ഛൻ എത്തിയിട്ടുണ്ട്. തുടർന്ന് തിരിച്ച് സ്കൂളിന്റെ അവിടേക്ക് ചെറിയ എത്തുമ്പോഴേക്കും അവളോട് ക്ലാസ്സിൽ പോകണ്ടാന്ന് യു തടയാണ്. കാരണം ബാക്കി ഫ്രണ്ട്സ് ഒക്കെ അത് അറിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ആകെ കലിപ്പിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ എനിക്ക് അവരെ ഫേസ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. കൂടാതെ ഞാൻ മനഃപൂർവ്വം ജിയാങ്ങിനെ തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞു അവൾ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴേക്കും ഓൾറെഡി ഇവർ ഒന്നിച്ച് സംസാരിക്കുന്നത് കണ്ട് ലിയാങ് നല്ല കളിപ്പിലായിരുന്നു. അതിന്റെ കൂടെ ഇങ്ങനെ ഇവളോട് സംസാരിക്കാൻ പോയി അവന് പരിക്ക് പറ്റിയെന്നും കൂടി അറിയുമ്പോൾ ലിയാങ് ആ ചാൻസ് ഉപയോഗിച്ച് ചെറിയ ഓരോന്ന് പറയുന്നുണ്ട്. നീ എന്തിനാ ജിയാങ്ങിന്റെ പുറകെ നടന്ന് ഇങ്ങനെ അവനെ ശല്യപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവനെ ശല്യപ്പെടുത്തുന്നതല്ല, ഞാനും അവനും നല്ല ഫ്രണ്ട്സാ. ആ ഒരു ബോണ്ടിങ് ഞങ്ങൾക്കിടയിൽ. ഒരിക്കലും അവന് ചീത്ത എന്തെങ്കിലും സംഭവിക്കാനായി ഞാൻ ആഗ്രഹിക്കില്ല, അവന് പ്രശ്നം പറ്റാനായി ഞാൻ ആഗ്രഹിക്കില്ല എന്ന് പറഞ്ഞവൾ ഇനി ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുന്നു പറയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ അവൾ പറയുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ജിയാങ്ങിനെ അച്ഛൻ കൂട്ടിക്കൊണ്ട് പോവുമായിരുന്നു. തലയിൽ ചെറിയൊരു പരിക്കുണ്ടേ. എന്തായാലും അച്ഛൻ അവനോട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിന്റെ അമ്മ ഇതൊക്കെ അറിഞ്ഞു കാണും, ഇനിയിപ്പോ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്നെ ഒരു കൂട്ടിലടച്ച കിളിയെ കണക്ക് വളർത്താൻ നോക്കുക, എനിക്ക് ശ്വാസം മുട്ടുന്നു, എനിക്കിത് വയ്യ, അച്ഛൻ എന്താ എനിക്ക് വേണ്ടി അമ്മയോട് ഒന്ന് സംസാരിക്കാത്തതെന്ന് പറയുമ്പോൾ അമ്മ നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഇതൊക്കെ പറയുന്നതെന്ന് അച്ഛൻ പറയുമ്പോൾ അല്ല, അമ്മ എന്നെ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടിക്കുക, അമ്മയുടെ ഇഷ്ടത്തിന് മാത്രം ജീവിക്കുന്ന ഒരാളായിട്ട് അമ്മ എന്നെ കാണുന്നത്, എനിക്കിത് വയ്യ. പിന്നെ ഞാൻ ഇനിയും ചെറിയൊക്കെ ആയിട്ട് കൂട്ടുകൂടിയാൽ അവളുടെ അച്ഛനെ ഇവിടുത്തെ ജോലിയിൽ നിന്ന് അമ്മയുടെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് തിരിച്ച് നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കുന്നൊക്കെ അമ്മ എന്നെ ഭീഷണിപ്പെടുത്തി, അതൊക്കെ തെറ്റല്ലേ എന്നൊക്കെ ചോദിച്ച് അവൻ സംസാരിക്കുമ്പോൾ അച്ഛൻ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ എന്തായാലും അവർ വീട്ടിലെത്തുമ്പോഴേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ കാര്യങ്ങൾ അറിഞ്ഞ് അവനോട് ദേഷ്യപ്പെടുമ്പോൾ അവൻ അമ്മയോട് അവനായിട്ട് ഇങ്ങനെ ദ്രോഹിക്കാതെ എന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ അച്ഛനും ആ ടീം അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ പിന്നെ അച്ഛനും അമ്മയ്ക്കും തമ്മിൽ അത് വലിയ വഴക്കായി മാറുന്നതൊക്കെ അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ചെറിയ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും കാര്യങ്ങൾ അറിഞ്ഞ ചെറിയുടെ അമ്മ ചെറിയേയും കൂട്ടി ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇവിടെ ജിയാങ്ങിന്റെ അമ്മയാകട്ടെ ചെറിയെ ഭയങ്കരമായി കുറ്റപ്പെടുത്തുന്നു. ജിയാങ്ങിന് ഹോസ്പിറ്റലായ എക്സ്പെൻസ് തങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യാന്ന് ചെറിയുടെ അമ്മ പറയുമ്പോൾ അതൊന്നും വേണ്ട, പക്ഷെ നിങ്ങളുടെ മകള് എന്റെ മകന്റെ പിറകെ നടക്കാതിരുന്നാൽ മതി, എന്റെ മകൻ സുന്ദരനാണ്, നന്നായി പഠിക്കും, അതുകൊണ്ട് അവന്റെ പിറകെ കുറെ പെമ്പിള്ളേർ കാണും, അത് അവനെ ബാധിക്കുന്ന കാര്യമില്ല, പക്ഷെ നിങ്ങളുടെ മകൾ ഇങ്ങനെ നടന്നാൽ അത് നിങ്ങളുടെ മകളുടെ ഭാവിയെ ബാധിക്കും, ഇതൊന്നും ഫ്രണ്ട്ഷിപ്പിന്റെ സമയമല്ല, അവന് പഠിക്കാനുള്ള സമയം, ഈ പെണ്ണ് കാരണം പോകരുതെന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുമ്പോൾ ചെറിക്കും അമ്മയ്ക്കും ഒക്കെ സങ്കടാവുന്നുണ്ട്. എന്തായാലും ചെറിയാകട്ടെ തന്റെ നല്ല ഫ്രണ്ടാണ് ജിയാങ്, അല്ലാതെ വേറൊന്നും ഇല്ലാന്നെല്ലാം പറയുമ്പോഴും പക്ഷെ അത് കാണുന്നവർക്ക് തോന്നണ്ടേ, വെറുതെ നീ അവന്റെ പുറകെ നടന്ന് അവന് ചീത്തപ്പേരുണ്ടാക്കരുതെന്ന് പറയുമ്പോൾ എന്തായാലും അവർ കാശ് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും കുറച്ച് കാശ് അവിടെ നിർബന്ധിച്ച് വെച്ചിട്ടാണ് ചെറിയും അമ്മയും പോകാനായി നിൽക്കുന്നത്. ആ ടീം ചെറിയോട് നീ കാരണം എന്റെ മകന്റെ ഭാവി നശിക്കരുത്, അവൻ നല്ല പൊസിഷനിൽ എത്തേണ്ട ഒരാളാണ്, നിന്റെ കൂടെ ഒക്കെ കൂട്ടുകൂടി അവൻ നശിച്ചു പോകരുത്, പിന്നെ കൂട്ടുകൂടാൻ നിങ്ങൾ ഒരേ ലെവലിലെ ഫാമിലിയിൽ നിന്ന് വന്നവരല്ല, ഞങ്ങൾ കുറച്ചുകൂടെ നല്ല ഫാമിലി ആണെന്നും പറഞ്ഞ് ചെറിയുടെ ഫാമിലിയെ താഴ്ത്തിക്കെട്ടി ഇവർ സംസാരിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ടെങ്കിലും അവളാകട്ടെ സെൽഫ് കൺട്രോൾ ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്, ഈ പ്രശ്നം വലുതാക്കണ്ട എന്ന് കരുതി. അങ്ങനെ ചെറിയ അവിടെ നിന്ന് പോയി അവൾ വീട്ടിലെത്തി കഴിയുമ്പോൾ ജിയാങ് അവളെ വിളിക്കുന്നുണ്ടായിരുന്നു. ജിയാങ്ങിന് ഇപ്പൊ കുറച്ചു ദിവസം ഇനി റെസ്റ്റ് ആണ്, അവന് തിരിച്ച് ഒളിമ്പിയാഡ് ക്യാമ്പസിന്റെ അവിടേക്ക് പോകണ്ട, അതുകൊണ്ട് തന്നെ അവനിപ്പോ അവളെ ഫോൺ വിളിച്ച് പറയുന്നത് ഞാൻ ചിലപ്പോൾ അടുത്ത ദിവസം സ്കൂളിൽ വരും, നമുക്ക് കാണാൻ സംസാരിക്കാം എന്നൊക്കെയാണ്. അത് കേട്ട് അവൾ പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആയൊന്നും സംസാരിക്കുന്നില്ല. സാധാരണഗതിയിൽ അവൾ ഭയങ്കര സന്തോഷിച്ച് മറുപടിയൊക്കെ പറയേണ്ടതാണ്. പക്ഷെ ജിയാങ്ങിന്റെ അമ്മ പറഞ്ഞ ഓരോ കാര്യങ്ങൾ കൊണ്ടാവാം, അവന്റെ ഭാവി നശിപ്പിക്കരുതെന്ന് അവർ ആക്ഷേപിച്ച് പറഞ്ഞതുകൊണ്ടാവാം, ഇവളുടെ ഫാമിലി അവരുടെ ഫാമിലിയേക്കാൾ വളരെ ചെറിയ ഫാമിലി ആണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാവും എന്തോ അവൾക്ക് വല്ലാത്തൊരു സങ്കടം കണക്ക് സംസാരത്തിലുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ക്വിന്നിനെയാണ്. ക്വിന്നിന്റെ വീട്ടിലാകട്ടെ അച്ഛന്റെ ചികിത്സയ്ക്ക് യാതൊരുവിധ ഇമ്പോർട്ടൻസും കൊടുക്കാതെ തന്റെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത് എന്ന രീതിക്ക് അവൾക്ക് കുറച്ച് ദേഷ്യം വന്ന് അവൾ അതിന്റെ പേരിൽ അച്ഛന്റെ ആരോഗ്യം ശ്രദ്ധിക്കാതെ എന്റെ കാര്യം മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തു കടന്നാൽ ഞാൻ പഠിക്കാനൊന്നും പോവാതെ ഞാനും എന്റെ വഴിക്ക് പോകും, അതുകൊണ്ട് അങ്ങനൊന്നും ചിന്തിക്കാതെ അച്ഛന്റെ ആരോഗ്യം കൂടി നോക്കണമെന്ന് പറയുന്നു. അങ്ങനെ ആ കാര്യം പറഞ്ഞ് അവർക്കിടയിൽ വഴക്കാവുന്നുണ്ട്. പിന്നീട് ഈ ഒരു കാര്യം പിന്നിനെ കടന്ന് യു സംസാരിക്കുന്നുണ്ട്. അച്ഛനായിട്ടുള്ള പ്രശ്നമെല്ലാം സോൾവ് ആയെന്ന് ചോദിക്കുമ്പോൾ അതിങ്ങനെയൊക്കെ പോകുന്നു, ഇനി നിനക്ക് എന്തോ ഒരു ടെൻഷൻ, നാളെ സ്കൂളിലേക്ക് ജിയാങ് വരുന്ന കാര്യം ആലോചിച്ചിട്ടാണോ എന്ന് പിൻ തിരക്കുമ്പോൾ ജിയാങ് വരുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചെറിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ട്, അവൻ വരുന്നത് കൊണ്ട് അവൾക്ക് എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന ടെൻഷൻ എന്നെല്ലാം യു പറയുമ്പോൾ യുവിന് ചെറിയോട് ക്രഷ് ഉണ്ടെന്ന് പിന്നിന് അറിയാമെന്നത് യുവിന് മനസ്സിലാവുമ്പോൾ അവൻ ഒന്ന് ചമ്മുന്നുണ്ട്. ആ ടീം അവൾ നീ ചമ്മൊന്നും വേണ്ട, ഇതെനിക്ക് മനസ്സിലായിട്ട് കുറെ നാളായി, പിന്നെ എന്തായാലും ചെറിക്ക് ജിയാങ്ങിനോട് ഒരു ഇഷ്ടമുണ്ടെന്ന് കരുതി നീ ആ ഒരു ഇഷ്ടക്കേടൊന്നും തന്നെ ജിയാങ്ങിനോട് കാണിക്കരുത്, നല്ല ഫ്രണ്ട്സായി തന്നെ ഇരിക്കണം, അല്ലാതെ മോശമായിട്ട് പെരുമാറുമൊന്നും ചെയ്യരുത്, ഇഷ്ടക്കേടൊന്നും കാണിക്കരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം അവളാകട്ടെ യുവിന് ചെറിയോട് ഇഷ്ടമുണ്ടെന്ന് കരുതി ചെറിയോട് ആദ്യം ഒന്നും പിണങ്ങിയല്ലോ, പക്ഷെ പിന്നീട് അത് തെറ്റാണ്, ഫ്രണ്ട്ഷിപ്പ് അതേപടി പോകണം, അങ്ങനെ ഇങ്ങനത്തെ കാര്യത്തിനൊന്നും നഷ്ടപ്പെടുത്തേണ്ട ഒന്നല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൾ ആ കാര്യം ഇൻഡയറക്റ്റ് ആയി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ഒരു മൊമെന്റ് പോലും യുവിന് പിന്നിന് തന്നോട് താല്പര്യമുണ്ട് എന്ന കാര്യത്തെ പറ്റി യാതൊരു ധാരണയുമില്ല. എന്തായാലും ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും അന്നാകട്ടെ കുറെ നേരം ആലോചിച്ച ശേഷം ചെറി ജിയാങ്ങിന്റെ വീട്ടിലേക്ക് അവളുടെ അമ്മ ഉണ്ടാക്കിയ കുറച്ച് സ്പെഷ്യൽ ഫുഡുമായി പോകുന്നുണ്ട്. ഡോറ് തുറക്കുന്നത് ജിയാങ്ങിന്റെ അമ്മയാണ്. ചെറിയ കണ്ടപാടെ അവരുടെ മുഖം വാടുമ്പോൾ ഇത് ജിയാങ്ങിന് വേണ്ടി ഞാൻ കൊണ്ടുവന്ന ഫുഡാണ്, ഹെൽത്തി ആണ് എന്ന് പറഞ്ഞത് കൊടുക്കുന്നവൾ ആന്റി പേടിക്കുന്ന കണക്ക് ആന്റി ആഗ്രഹിക്കുന്ന രീതിയിൽ ജിയാങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ഒരു തടസ്സമാവില്ല, ഞാൻ കാരണം അവന് ലൈഫിലൊന്നും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല, പക്ഷെ അവന് ലൈഫിൽ എന്തെങ്കിലും ആവശ്യം എന്നെ കൊണ്ട് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ മുൻപന്തിയിൽ കാണുമെന്ന് അവൾ പറയുമ്പോൾ ഇവരത് മൈൻഡ് ചെയ്യാതെ ഡോറ് വലിച്ചടച്ചു
കഴിച്ചു പോകുന്നുണ്ട്. ഇവരിതിങ്ങനെ പെരുമാറുമെന്ന് അറിയാവുന്ന അവൾക്ക് അത് വലിയ പുതുമയല്ല. എന്തായാലും അങ്ങനെ ആ ഫുഡ് അവർ ജിയാങ്ങിന് കൊടുക്കുന്നു. അവനത് കഴിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഷെയർ ചെയ്യാൻ നോക്കുമ്പോൾ അവരത് വാങ്ങുന്നില്ല. എന്തായാലും അമ്മ ആ സമയവും അവന് ഉപദേശിക്കുകയാണ്, ഇപ്പൊ നീ പഠിക്കേണ്ട പ്രായമാണ്, ഫ്രണ്ട്ഷിപ്പിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കേണ്ട കാര്യമില്ല, ഇതിനേക്കാളും വലിയ ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു, പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവരൊക്കെ എവിടെയാന്ന് പോലും ഒരു പിടുത്തം ഉണ്ടാവില്ല, അത്രയും ആളുകൾ മാറിപ്പോകും. അപ്പൊ ആ ഓർമ്മ വേണമെന്നെല്ലാം അമ്മ പറയുമ്പോൾ അമ്മയുടെ ഫ്രണ്ട്സിനെ കണക്കല്ല എന്റെ ഫ്രണ്ട്ഷിപ്പ്, അത് എന്റെ ലൈഫിലൊന്ന് കൂടെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ എന്തൊക്കെയോ ആണ് അവരെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് എന്തായാലും അവർ കാരണം ലൈഫിൽ ഒരു സങ്കടം ഉണ്ടാവും, ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ കൂടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ടെന്ന് ചെറിയുടെ ആ ഒരു ബോണ്ടിങ്ങിനെ പറ്റി അവൻ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അമ്മ അതൊക്കെ കേട്ട് ഇവൻ ശ്രദ്ധയൊക്കെ തെറ്റി ഒളിമ്പ്യാഡ് മത്സരത്തിൽ നന്നായി പെർഫോം ചെയ്യാതെ പോവും എന്ന ആ ഒരു പേടിയിൽ നീ ഇപ്പോ എന്നെ മനഃപൂർവ്വം ഇതിൽ തോൽപ്പിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല, അമ്മയ്ക്ക് വേണ്ടി ഞാൻ തീർച്ചയായും ഇതിൽ ജയിച്ചിരിക്കുമെന്ന് അവൻ പറയുന്ന സമയത്ത് വേണമെങ്കിൽ അമ്മയോടുള്ള വാശിക്ക് അവൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാം. പക്ഷെ അവൻ അങ്ങനെ ചെയ്യാതെ ഇത് പറയുന്നത് കേട്ട് അമ്മ പെട്ടെന്ന് അവനെ സ്നേഹത്തിൽ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. കുറേ നാളുകൾ കൂടി അല്ലെങ്കിൽ ലൈഫിൽ ഓർമ്മ വെച്ച കാലത്ത് ഇന്ന് വരെ നടക്കാത്ത ആ ഒരു സ്നേഹപ്രകടനം അവനെ ശരിക്കും സന്തോഷിപ്പിക്കുന്നു, അമ്പരപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ അച്ഛനോടുള്ള പ്രശ്നത്തിന്റെ പേരിൽ അടുത്ത ദിവസം സ്കൂളിൽ പോവാതെ വീട്ടിൽ തന്നെ പിന്നെ ഇരിക്കുകയാണ്. ചെറിയും ബാക്കി ഫ്രണ്ട്സും അവളെ സ്കൂളിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവൾ പോകുന്നില്ല. അങ്ങനെ അവർ തിരിച്ചു പോയ ശേഷം അച്ഛനാകട്ടെ ഞാൻ എന്റെ ഹെൽത്ത് നോക്കാതെ ഒരുപാട് പണിയൊന്നും എടുത്ത് ഇനി പ്രശ്നം ഉണ്ടാക്കില്ല, നീ പോയിട്ട് വന്നൊക്കെ പറഞ്ഞു ഒരുവിധം അവളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന വഴി അവൾ സ്കൂളിലേക്ക് അന്ന് റിലേ കോമ്പറ്റീഷൻ അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാനൊക്കെ പോകുന്ന ജിയാങ്ങിനെ കാണുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയാണ് സ്കൂളിന്റെ അവിടേക്ക് എത്തുന്നത്. തുടർന്ന് സ്കൂളിൽ വെച്ച് ജിയാങ്ങിനെ കാണുന്ന ചെറി ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും യുവിന്റെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. യു റേസിൽ ഫസ്റ്റ് ആവും എന്നൊരു ഘട്ടം എത്തിയെങ്കിലും പെട്ടെന്ന് തന്നെ അവൻ താഴെ വീഴുന്നുണ്ട്. തുടർന്ന് അവൻ ആ ഒരു കോമ്പറ്റീഷനിൽ ഇനി ഫസ്റ്റ് അടിക്കാൻ സാധിക്കില്ലെങ്കിലും ഫിനിഷിംഗ് ലൈൻ എത്താനായി കുറച്ച് ദൂരെ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കണ്ട് ജിയാങ് വേഗം അവന്റെ അടുത്തേക്ക് ഓടിയെത്തി നീ ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും ഇത് ഫിനിഷ് ചെയ്യണമെന്ന് പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ യു അത് ഫിനിഷ് ചെയ്യുന്നു. തുടർന്ന് അവനെ സിക് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവർക്കും കുറച്ച് നിരാശയാവുന്നുണ്ട്, കാരണം എല്ലാ വർഷവും യു ഫസ്റ്റ് അടിക്കുന്നതാണ്, ഇത്തവണ അവൻ വീണില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഫസ്റ്റ് അടിച്ചാണ്. അപ്പൊ അവൻ അതിന്റെ സങ്കടം ഉണ്ടെന്ന് കരുതി കൂട്ടുകാർ അവനെ മോട്ടിവേറ്റ് ചെയ്തൊക്കെ സംസാരിക്കുമ്പോഴേക്കും അവനെ സിക് റൂമിലാക്കിയ ശേഷം അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അവൻ അപ്പോഴേക്കും പോകുന്ന വഴി ലിയാങ് അവനെ കണ്ട് വന്ന് സംസാരിക്കാൻ നോക്കുമ്പോൾ അവൻ വലിയ മൈൻഡ് ചെയ്യുന്നില്ല. നിനക്ക് എന്താ എന്നോട് ദേഷ്യം എന്നാ അവളുടെ ചോദ്യത്തിന് നീയല്ലേ ഇവിടെ നടന്ന എന്നെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്റെ അമ്മയോട് പറഞ്ഞു കൊടുത്തത്, അതുകൊണ്ട് അമ്മയോട് വഴക്കുണ്ടാക്കി അറിയുന്നില്ല, വെറുതെ എന്തിനാണ് ലിയാങ് ആവശ്യമില്ലാതെ ഇതൊക്കെ പറയുന്നത് എന്ന ഒരു ഇഷ്ടക്കേടില്ല ജിയാങ് സംസാരിക്കുമ്പോൾ അത് പിന്നെ നിന്റെ ആ ഫ്രണ്ട്ഷിപ്പ് ശരിയില്ല, അതുകൊണ്ട് നിന്റെ നല്ലതിന് വേണ്ടി ഞാനത് പറഞ്ഞെന്നല്ല ലിയാങ് പറയുമ്പോൾ നിനക്ക് അന്ന് എന്റെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി എന്തറിയാന്ന് പറഞ്ഞ് ജിയാങ് അവിടെ നിന്ന് ദേഷ്യത്തിൽ പോകുമ്പോൾ ലിയാങ്ങിനാകെ നിരാശയും അവന്റെ മുമ്പിൽ അവൻ ഇങ്ങനെ തന്നെ പറ്റി ചിന്തയായല്ലോ എന്നൊരു നാണക്കേടും ഒക്കെ ആവുന്നുണ്ടായിരുന്നു. എന്തായാലും പിന്നീട് അച്ഛന്റെ ഷോപ്പില് ചെറിയുടെ ഒക്കെ ഫ്രണ്ടായ ഡൂവും അവന്റെ അമ്മയും കൂടി നിൽക്കുകയാണ്. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഈ ഷോപ്പിൽ വന്ന് ചെറിയ ഹെൽപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ അവരവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഡൂവിന്റെ അച്ഛൻ വരുന്നുണ്ട്. ആക്ച്വലി അച്ഛനെ കണ്ട് ഡൂവും അമ്മയും ആകെ ഷോക്കാവുന്നു, കാരണം ഇവരൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ ഗ്രാമത്തിൽ വെച്ച് ഒരിക്കൽ ചെറിയുടെ ഗ്യാങ്ങിലെ ഒരു പയ്യന്റെ അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കര വഴക്ക് നടന്ന ഒരു സീൻ നമ്മൾ കണ്ടിരുന്നില്ലേ, ആ പയ്യനാണ് ഈ ഡു. അവന്റെ അച്ഛനും അമ്മയും അന്നത്തെ ആ ഒരു ഇൻസിഡന്റിന് ശേഷം സെപ്പറേറ്റ് ആയിരുന്നു. അതിന് ശേഷം ഒരു വിവരം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ദേ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഡൂവിന്റെ അച്ഛൻ തിരിച്ചു വന്നു എന്ന കാര്യം അറിഞ്ഞ് വീക്കെൻഡ് അവരൊക്കെ ഒന്ന് ബീച്ചിൽ പോകാനായിട്ടിരുന്നാണ്. ആ ഒരു പ്ലാൻ ഒക്കെ ക്യാൻസൽ ആയതുകൊണ്ടും അവന്റെ വീട്ടിൽ പഴയ കണക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന പേടിയിലും വേഗം തന്നെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അവന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എത്തി നോക്കുമ്പോൾ കറക്റ്റ് അവർ വന്ന ആ ഒരു സമയം തന്നെ വീട്ടിൽ എന്തോ ഒന്ന് താഴെ വീഴുന്ന സൗണ്ട് കേട്ട് പെട്ടെന്ന് ഇവർ പാനിക്ക് ഒന്ന് വീട്ടിൽ അടിയാണോ എന്ന്. പക്ഷെ സംഭവം അതൊന്നും അല്ല, അവർ അച്ഛനും മകനും അമ്മയൊക്കെ ഇപ്പോൾ വളരെ സ്നേഹത്തിലാണ് മുന്നോട്ട് പോകുന്നത്. കയ്യിൽ എന്തോ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ താഴെ വീണ സൗണ്ട് ആയിരുന്നു അത്. എന്തായാലും തന്റെ ഫ്രണ്ട് ഇപ്പോൾ ഹാപ്പിയാണ്, പ്രശ്നമൊന്നും ഇല്ലാന്ന് കാണുമ്പോൾ ഇവരും ഹാപ്പി ആവുന്നുണ്ട്. അതായത് ഈ ഗ്യാങ്ങിലെ ഒരാളുടെ വീട്ടിലെ പ്രശ്നം ബാക്കിയുള്ളവരും അവരുടെ ഫാമിലിയുടെ പ്രശ്നമായി തന്നെയാണ് കാണുന്നത്, അവരുടെ പ്രശ്നമായി തന്നെയാണ് കാണുന്നത്. അത്രയും ബോണ്ടിങ് ആണ് ഈ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ ഇവർക്കിടയിൽ ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒളിമ്പ്യാഡ് ക്യാമ്പിലേക്ക് ജിയാങ് പോകുന്നതിന് മുന്നേ അവന് കിട്ടിയ ഒരു വീക്കെൻഡ് ആയിരുന്നു ഇത്. വീക്കെൻഡ് പുറത്തു പോകാൻ പറ്റിയില്ലെങ്കിലും അവരെല്ലാവരും ഹാപ്പിയാണ്, കാരണം എല്ലാ ഫ്രണ്ട്സും ഇപ്പോൾ ഒന്നിച്ചുണ്ടല്ലോ എന്ന ഒരു സന്തോഷത്തില്. എന്തായാലും അടുത്ത ദിവസം കണ്ടുമുട്ടുമ്പോൾ തന്റെ ഫ്രണ്ട്സിന് വേണ്ടി സ്വന്തമായി നിറ്റ് ചെയ്ത ഒരു സ്കാർഫ് ജിയാങ് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരേ കളറിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാർഫ്. ഇതെന്താ റെഡ്, എല്ലാവർക്കും റെഡ് എന്തിനാ എടുത്തതെന്നെല്ലാം ചോദിക്കുമ്പോൾ എന്റെ ഫേവറേറ്റ് കളർ റെഡ് ആണെന്ന്. അപ്പൊ ജിയാങ് പറയുമ്പോൾ റെഡ് ആയിരുന്നു നിന്റെ ഫേവറേറ്റ് കളർ, ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് ആയിരുന്നെന്ന് ഞങ്ങൾ ഇത്രയും നാൾ വിചാരിച്ചിരുന്നതെന്ന് പണ്ടത്തെ ഓർമ്മ വെച്ച് അവർ പറയുന്നുണ്ട്. ഇതിനകത്ത് എന്താണ് അവന്റെ ലൈഫിലെ യഥാർത്ഥ കാര്യങ്ങളെന്നൊക്കെ ചെറുക്കി മാത്രമേ അറിയൂ, ബാക്കി ഫ്രണ്ട്സിന് അറിയില്ല. എന്തായാലും അവർ ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യുന്നു. വീണ്ടും പഠിക്കാനായി ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ കുറച്ചുകൂടെ ഇവരുമായിട്ട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണം എന്നതാണ് അവന്റെ ഉള്ളിലെ ആഗ്രഹം. എന്തായാലും അവൻ ഇങ്ങനെ ഇവിടെ ഫ്രണ്ട്സിനോട് ഹാപ്പി ആയുള്ളത് കണ്ട് ലിയാങ് വേഗം തന്നെ ആ കാര്യങ്ങളൊക്കെ തന്നെ ജിയാങ്ങിന്റെ അമ്മ അറിയിക്കുമ്പോൾ അമ്മ കലിയിളകി സ്കൂളിൽ വരികയും അവൻ അവിടെ നിന്ന് പരമായി കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുമ്പോൾ അവന്റെ ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര സങ്കടത്തിൽ അവനെ നോക്കുകയാണ്, ചെറിയ ഉൾപ്പെടെ. ഈ ടീം ഒരു കുഴപ്പമില്ലെന്ന് മട്ടില് അവളെ നോക്കി അവനൊന്ന് ചിരിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ അവനെ ഒളിമ്പ്യാഡ് ക്യാമ്പസിലേക്ക് അമ്മ കൊണ്ടാക്കുന്നു. അങ്ങനെ എക്സാം ദിവസം ആവുമ്പോഴേക്കും അവന് നല്ല പനിയായിട്ടുണ്ടായിരുന്നു. അവനാകട്ടെ എക്സാമിന് കയറുന്നതിന് മുന്നേയും ചെറിയ വിളിക്കുന്നുണ്ട്. ചെറിയവനോട് നീ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേന്ന് തിരക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഈ എക്സാം ഞാൻ എങ്ങനെയും പാസ്സാവും, എനിക്ക് എന്നിട്ട് വേണം ചില കാര്യങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കാനെന്ന് പറയുമ്പോൾ ഇവൻ എന്താ ഈ
ഈ പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും അവൻ എക്സാമിന് പോകാൻ നിൽക്കല്ല എന്ന രീതിക്ക് കൂടുതലൊന്നും ചോദിക്കുന്നില്ല. അങ്ങനെ ജിയാങ് എക്സാം എഴുതുന്നു. അവൻ എക്സാം അവിടെ എഴുതുമ്പോൾ ഇവിടെ അവനെ അറിയാവുന്ന ഈ ഫ്രണ്ട്സ് ഒക്കെ തന്നെ ക്ലാസ്സിലിരുന്ന് ബെറ്റൊക്കെ വെക്കുന്നുണ്ട്. അവൻ എക്സാം പാസ്സാവുന്നും പാസ്സാവില്ലെന്നും അങ്ങനെ പല പല ബെറ്റുകളൊക്കെ. എന്തായാലും ചെറി ജിയാങ് എക്സാം പാസ്സാകും എന്ന ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണുള്ളത്. എക്സാം എഴുതി കഴിഞ്ഞ് വീണ്ടും ജിയാങ്ങും ചെറിയും സംസാരിക്കുന്നുണ്ട്. ആ ടീമും അവനാകട്ടെ ഇതെനിക്ക് പാസ്സായേ പറ്റൂ, പാസ്സായിട്ട് വേണം എനിക്ക് ചില കാര്യങ്ങൾ അവസാനിപ്പിക്കാനെന്ന് പറയുമ്പോൾ ഇവൻ എന്തേ പറയുന്നതെന്ന് ഇപ്പോഴും അവൾക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അവൻ എന്തോ ഒന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് പറയുന്നതെന്ന് തീർച്ച. അങ്ങനെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. റിസൾട്ട് വായിക്കുമ്പോൾ അതിൽ ആദ്യം ഒന്നും തന്നെ ജിയാങ്ങിന്റെ പേരേ വായിക്കുന്നില്ല. ആ ഒരു ലിസ്റ്റ് വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ അടുത്തിരുന്നവർ ജിയാങ്ങിന് കിട്ടിയില്ലെന്ന് മറ്റുള്ള സംസാരിക്കുമ്പോൾ സാരില്ല, നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യാമെന്ന് അവനോട് പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുന്നവൻ ഇനി ഇത് ട്രൈ ചെയ്യേണ്ടി വരില്ല എന്ന് അവൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും ഒരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. ഒളിമ്പിയാഡ് പാസ്സായി അടുത്ത ലെവലിലേക്ക്, ഇന്റർനാഷണൽ ലെവലിലേക്ക് മത്സരത്തിന് സെലക്ഷൻ പ്രോസസ്സിൽ യോഗ്യത നേടാനേ ഒരു സർട്ടൻ മാർക്ക് മേടിക്കണം. അതുവരെ കിട്ടിയവരുടെ ലിസ്റ്റാണ് ഇപ്പോൾ വായിച്ചത്. പക്ഷെ ഒരു മാർക്ക് പോലും കളയാതെ മുഴുവൻ മാർക്ക് മേടിച്ച് പാസ്സായി ചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ ഒരു എൻട്രി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ജിയാങ്ങിന്റെ പേര് വായിക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കരമായി അവനെ പ്രശംസിക്കുന്നു. അവൻ അറിയായിരുന്നു അവൻ അത്രയും നന്നായി അത് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവനത് കോൺഫിഡന്റ് ആയി അവിടെ കേട്ടിരിക്കുകയായിരുന്നു. എന്തായാലും നേരിട്ട് സെലക്ഷൻ നേടിയെന്ന് മാത്രമല്ല, ഇനിയിപ്പോ സ്കൂൾ പഠനം ബാക്കി ഇവിടെ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. അവന് നേരിട്ട് ഇനി യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷനും കിട്ടും, അതും ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ. ആ ഒരു കാര്യമൊക്കെ അവനെ പക്ഷെ ഭയങ്കരമായി സന്തോഷിപ്പിക്കുന്നില്ല. അവൻ പിന്നീട് തിരിച്ചെത്തി അവനെ കാത്തിരുന്ന ചെറിയ കണ്ട് സംസാരിക്കുമ്പോൾ അവൾക്ക് അവൻ ഇത്രയും വലിയ ഉന്നതങ്ങളിൽ എത്തുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെങ്കിലും അവൻ ഇനി സ്കൂളിൽ വരില്ലല്ലോ, അവനെ കാണാൻ പറ്റില്ലല്ലോ, അവൻ നേരിട്ട് യൂണിവേഴ്സിറ്റി പോവല്ലേ എന്ന് ഭയങ്കര സങ്കടമാവുമ്പോൾ അത് മനസ്സിലാക്കുന്നവൻ ഞാൻ അങ്ങനെയൊന്നും പോവില്ല, ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് പറയുമ്പോൾ അത് കേട്ട് അവൾ ആകെ ഷോക്കാവുന്നു. കാരണം വലിയൊരു അവസരമാണ് അവൻ ഇങ്ങനെ നിസ്സാര മട്ടിൽ വേണ്ടാന്ന് വെക്കുന്നു എന്ന് പറയുന്നത്. കൂടാതെ അങ്ങനെ അവൻ വേണ്ടാന്ന് വെക്കാനായി ഉള്ളുകൊണ്ട് ഒരുപാട് തീരുമാനിച്ച് ആഗ്രഹിച്ച് ശ്രമിച്ചാൽ പോലും അവന്റെ അമ്മ അതിന് സമ്മതിക്കോ? ഇനി ഇതിലൂടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയല്ലേ ഉള്ളൂ. ഇതാണോ ഈ കോമ്പറ്റീഷന് ശേഷം അവൻ മനസ്സിൽ കണ്ട കാര്യം? ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.